എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റായ ആയങ്കോണത്ത് നിന്നും കടമ്പാട്ടുകോണം വരെയുള്ളതാണ്. ആയങ്കോണത്ത് നിർമ്മിക്കുന്നത് ഒരു ഓവർപാസാണ്. ഇവിടെ മെയിൻ റോഡ് താഴെക്കൂടെയും സർവീസ് റോഡ് മുകളിൽ കൂടെയാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ സർവീസ് റോഡിലൂടെയാണ് പോകുന്നത്. അല്പ ഉയരത്തിലാണ് ഇവിടെ സർവീസ് റോഡ് കടന്നു പോകുന്നത്. കഴിഞ്ഞ 2 വീഡിയോകളിൽ നിങ്ങൾ കണ്ടത് കടമ്പാട്ടുകോണം മുതൽ ആയങ്കോണം വരെയുള്ള റോഡിൻ്റെ ഇടതുവശത്തെ കാഴ്ചകളാണ്. വീഡിയോയിൽ കൂടുതലും സർവീസ് റോഡ് വഴിയാണ് യാത്ര ചെയ്യുന്നത്. കൂടാതെ അധികം വർക്കുകളൊന്നും നടക്കാത്തതിനാൽ വീഡിയോ അല്പം ഫാസ്റ്റ് ഫോർവേഡായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ക്രാഷ് ബാരിയറുകൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് ഭിത്തിയുടെ നിർമ്മാണം പല ഭാഗങ്ങളിലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സർവീസ് റോഡിൽ പല സ്ഥലങ്ങളിലും മെറ്റൽ കൊണ്ടിട്ട് നിരത്തിയിട്ടുണ്ട്. താറിൻ്റെ വർക്കുകളൊന്നും തുടങ്ങിയിട്ടില്ല. ഇത് കല്ലമ്പലം എത്തുന്നതിന് മുന്നേ ഉള്ള ഭാഗമാണ്. കഴിഞ്ഞ വീഡിയോയിൽ സർവീസ് റോഡ് വഴിയാണ് നമ്മൾ വീഡിയോ എടുത്തിരുന്നത്. ഈ കാണുന്ന സ്ഥലത്ത് മണ്ണിട്ട് നികത്തുന്ന വർക്കാണ് നടക്കുന്നത്. കോൺക്രീറ്റ് ഭിത്തിയുടെ നിർമ്മാണം കഴിഞ്ഞു. മണ്ണിട്ട് ലെവൽ ചെയ്യുകയാണ് ഇപ്പോൾ. അതിനുവേണ്ടിയുള്ള വാഹനങ്ങളും ലേബേഴ്സിനെയൊക്കെ അവിടെ കാണാം. കല്ലമ്പലം ജംഗ്ഷനിൽ നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിന് ആവശ്യമായിട്ടുള്ള പിയറിൻ്റെയും പിയർ ഗ്യാപ്പിൻ്റെയും ഒക്കെ നിർമ്മാണം കുറച്ച് നാളുകൾക്ക് മുന്നേ ഉള്ളതുപോലെ തന്നെയാണ് ഇപ്പോൾ കിടക്കുന്നത്. ഒരു സൈഡിൽ 4 പില്ലറുകളുടെയും അതായത് പിയറിൻ്റെയും പിയർ ഗ്യാപ്പിൻ്റെയും നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. മറു സൈഡിലുള്ള വർക്ക് ഇതുവരെയും തുടങ്ങിയിട്ടില്ല. തുടങ്ങുന്നതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങളോ ഒന്നും ഇതുവരെയും എത്തിച്ചിട്ടുമില്ല. കുറച്ച് ഗർഡറുകളുടെ വർക്ക് ഇവിടെ നടന്നിട്ടുണ്ട്, ഇവിടെ സ്ഥാപിക്കാനായിട്ടുള്ള. ഇവിടെ കുറച്ച് പാറ പൊട്ടിച്ച് മാറ്റേണ്ട സ്ഥലമാണ്. കുറച്ചൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടി വർക്കുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ വർക്കുകളൊന്നും നടക്കുന്നില്ല. പാറ പൊട്ടിക്കുന്നതിനുള്ള മെഷീനുകളോ മണ്ണ് മാറ്റുന്നതിനുള്ള ഒന്നും ഇവിടെ കാണുന്നില്ല. അതുകൊണ്ട് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കുകളോ അത് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. ഇവിടെ മുതൽ
ഏകദേശം 2 കിലോമീറ്ററോളം ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് നേരത്തെ തന്നെ കംപ്ലീറ്റ് ആയതാണ്. ഇപ്പോൾ വാഹനങ്ങൾ സർവീസ് റോഡ് വഴിയാണ് പോകുന്നത്. കറക്റ്റായി പറഞ്ഞാൽ ഇവിടുന്ന് നാവായിക്കുളം വരെ സർവീസ് റോഡുകൾ ക്ലിയർ ആയിട്ടുണ്ട്. ഇരുപത്തെട്ടാം മൈലിനടുത്തും കുറച്ച് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
ഇതിപ്പോൾ കടമ്പാട്ടുകോണം ജംഗ്ഷനിലെത്തി. ഇവിടെയും കുറച്ച് ഭാഗത്ത് മാത്രമാണ് സർവീസ് റോഡ് ആയിട്ടുള്ളത്. കോൺക്രീറ്റ് ഭിത്തികളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അതിലിനിയും വർക്ക് ബാലൻസ് ഉണ്ട്. ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം നടക്കുന്നതിനാൽ പാരിപ്പള്ളി, കൊട്ടിയം, ചാത്തന്നൂർ ഭാഗത്തൊക്കെ ഇപ്പോൾ അതിഭയങ്കരമായ ട്രാഫിക് ബ്ലോക്കാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ കാണാം പാരിപ്പള്ളിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട് കിടക്കുന്നതായിട്ട്. റോഡിൻ്റെ വർക്ക് പുരോഗമിക്കുന്നതിനനുസരിച്ച് പുതിയ അപ്ഡേറ്റുകളുമായി വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.